അപ്പോൾ മക്കളെ, നമ്മുടെ ബാറോസ് 3D ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ്, നമ്മുടെ ലാലേട്ടൻ്റെ ബാറോസിൻ്റെ ട്രെയിലർ വന്നിരിക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ ഡയറക്ടറായിട്ട് ഡെബ്യൂ ചെയ്യുന്ന ബാറോസ് മൂവിയുടെ ട്രെയിലർ നമുക്ക് കാണാം. ഞാൻ ഫെറോസ്, നൂറ്റാണ്ടുകളായി നിധി കാക്കുന്ന ഭൂതം. ഇസബെല്ല. പെൺകുട്ടിയെ ചുറ്റിപ്പറ്റിയിട്ട് പോകുന്നൊരു കഥ. ടൈറ്റിൽ പറഞ്ഞ പോലെ തന്നെ നിധി കാക്കുന്ന ഭൂതം. 3Dക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് പറഞ്ഞ പോലെ ബാറോസ് 3D തന്നെ ഭയങ്കര സ്ട്രെസ്സായിട്ട് അവർ പറയുമ്പോൾ, അല്ലെങ്കിൽ 3Dക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു പടം എന്ന് പറയുമ്പോൾ 3Dക്ക് വേണ്ടിയുള്ള ഷോട്ട്സ് ഒരുപാടുണ്ട് എന്നുള്ളത് തുടക്കം കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ടെങ്കിൽ എല്ലാ ഷോട്ട്സും കോയിൻ പോണതാണെന്നുണ്ടെങ്കിൽ എല്ലാ ഷോട്ട്സും ഒരു 3D പടത്തിന് ആ ഒരു മാജിക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഷോട്ട് അതേപോലെ എറിയുന്നത് വാസ്കോഡ ഗാമയിൻ്റെ ആണെങ്കിലും മറ്റൊരാളെ ഓർത്തു തൂകുന്ന കണ്ണുനീരിലും മഹത്തായ ഒരു നിധി ഈ ലോകത്തിലെ മോളെ. അത് വില്ലനായിട്ട് ആവുന്നുണ്ട്. മിനി ക്യാരക്ടർ രസമായിട്ടുണ്ട്. നമ്മൾ ആ 3D മിനി ക്യാരക്ടറിനെ കണ്ടില്ലേ? അപ്പം അത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ആ ക്യാരക്ടർ എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ക്യാരക്ടറിലേക്കുള്ള ഒരു ഇതായിരിക്കണം ആ വെള്ളം കുടിച്ചപ്പോൾ അതിങ്ങനെ പോകുന്ന ആ ഒരു ഡോള് തൂക്കിയിട്ടത്. സോ ഒരു ഒറ്റ നോട്ടത്തിൽ ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 3Dക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ബാറോസ് 3D എന്ന് പറയുമ്പോൾ ഓബിയസ്ലി 3Dക്ക് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. 3D ആണ് മെയിൻ. അതിൻ്റേതായിട്ടുള്ള വിഷ്വൽസ്, അതിൻ്റേതായിട്ടുള്ള സാധനങ്ങളൊക്കെ വളരെ എവിഡൻ്റ് ആണ് ട്രെയിലറിനകത്തും. 3D എത്രത്തോളം അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഓരോ അതിൻ്റെ ഫ്രെയിമിൽ നിന്നും അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് വളരെ എന്താ പറയുക, ഒരു മിത്ത് സ്റ്റോറി പറയുന്ന ഒരു നറേഷനാണ് എന്നുള്ളത് ഓബിയസ്ലി കണ്ടാൽ മനസ്സിലാവും. ഗാമ, മറ്റേ സായിപ്പ്, ഒരു കുട്ടി, ട്രഷർ, അങ്ങനെ കുട്ടിയിലൂടെ അല്ലെങ്കിൽ കുട്ടിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ളൊരു കഥ. ഒരു കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ ബേസ്ഡ്, ലൈക്ക് മെയിൻലി അത് ഫോക്കസ് ചെയ്ത് ഇറക്കുന്ന ഒരു മൂവി പോലെ തന്നെയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് മനസ്സിലായി കണ്ടപ്പോൾ. എവിടെയും ഒരു ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 3D മൂവി എന്ന് പറഞ്ഞാൽ ഇത്രയും ഫോക്കസ് ചെയ്ത് ഇറക്കുന്ന ഒരു പടത്തിൻ്റെ ട്രെയിലർ ഇറക്കുന്ന സമയത്ത് എന്താണെങ്കിലും ഓബിയസ്ലി 3D ട്രെയിലർ എന്ന് പറഞ്ഞാൽ ഇറക്കിയിട്ട് നമ്മളതിൽ കണ്ണടയൊന്നുമില്ല, ഇവിടെ കാണാൻ പറ്റില്ല. യൂട്യൂബിൽ വരുമ്പോഴും അതിൻ്റെ ഈ പടത്തിൻ്റെ മേക്കിങ്ങിൻ്റെ ക്വാളിറ്റി അവർക്ക് നമുക്ക് ഈ ഒരു ട്രെയിലറിൻ്റെ ഇതിലൂടെ കാണിച്ചു തരാൻ കുറച്ച് കൺവിൻസ് ചെയ്യാൻ പാടായിരിക്കും. പക്ഷേ എന്നാലും അത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് അത് ഫീൽ ആവുന്നുണ്ട്. ഈവൻ ആ ക്യാരക്ടർ, ഒരു ചോട്ട ക്യാരക്ടർ അടക്കം, അതിനകത്ത് പോകുന്ന ക്യാരക്ടർ അടക്കം ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അതിനകത്ത്. ആൻഡ് ഒബ്വിയസ്ലി ലാലേട്ടൻ ഒന്നും പറയാനില്ല. ലാലേട്ടൻ എന്താ പറയുക, പല ലൈക്ക് ഒരേ ക്യാരക്ടറാണ് തോന്നുന്നു, മുടിയില്ലാതെയും മുടിയുള്ളതും താടി വളർത്തിയതൊക്കെ ആയിട്ട് വരുന്നു. സോ ഹോൾ നല്ലൊരു എന്താ പറയുക, എനിക്ക് ഈ ബാറോസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ സത്യം ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയാം, എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു സിനിമയാണ് ലാലേട്ടൻ്റെ ഈ ബാറോസ് എന്ന് പറയുമ്പോൾ. സംഗതി മൂപ്പരെ ഡയറക്ടറായിട്ട് മൂപ്പര് ചെയ്യുന്ന ഫസ്റ്റ് മൂവി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എഫേർട്ട് ഡെഫിനറ്റ്ലി കാണും, അതിൻ്റെ ഒരു ക്വാളിറ്റി അറ്റൈൻ ചെയ്യാനുണ്ടാവും. ഈ കുട്ടികൾക്കുള്ള പടം അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു സാധനമായിട്ട് ലാലേട്ടൻ വരുന്ന ടൈമിൽ എപ്പോഴും ട്രോൾ വീഴോടെ
ലൈക്ക് അങ്ങനെ നമുക്ക് പേഴ്സണലി തോന്നുന്നത്. നമ്മൾ എപ്പോഴും ലാലേട്ടൻ ഫാൻസ് എക്സ്പെക്ട് ചെയ്യുന്ന എന്താ, ലാലേട്ടൻ ദ മാസ്, ദ ഇമോഷണൽ, ദ ബ്രാൻഡ്, അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ ഇതിങ്ങനൊരു വൈബിൽ 3D കുട്ടികൾക്കും കൂടി ഇപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഫോർമുല കൊണ്ടുവരുമ്പോൾ, അത് ലാലേട്ടൻ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതെന്തായിരിക്കും അതിൻ്റെ ഒരു ലൈക്ക് എന്തായിരിക്കും നാട്ടുകാരുടെ റിസപ്ഷൻ ഈ സിനിമയ്ക്ക് എന്നുള്ളത് എപ്പോഴും ഡൗട്ട്ഫുള്ളായിട്ട് എനിക്കിപ്പോഴും സ്റ്റിൽ എൻ്റെ മൈൻഡിലുണ്ട്. ഇതാണെങ്കിലും പടം തിയേറ്ററിൽ വരട്ടെ. ഫെസ്റ്റിവൽ ടൈമിൽ വലിയൊരു ആഘോഷം തന്നെ ആവാനുള്ള എല്ലാ ചാൻസും. ട്രെയിലർ എനിക്കൊരു ലൈക്ക് അൻ ആവറേജ് ട്രെയിലർ അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഒട്ടും മോശം തോന്നിയില്ല. ആൻഡ് ഈ പറഞ്ഞ അതിലൊരു 3D എലമെൻറ്റ്സ് എന്താണെങ്കിലും ഡിസപ്പോയിൻ്റ് ചെയ്യില്ല എന്നുള്ളത് അതിൽ ഓരോ ഷോട്ടുകൾ കണ്ടപ്പോഴും പേഴ്സണലി തോന്നി. ഞാൻ 3D എത്ര സ്ട്രെസ് ചെയ്ത് വരുന്നൊരു പടമാകുമ്പോൾ, അല്ലെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്ത് വരുന്നൊരു പടമാകുമ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ആൻഡ് കഥ ഈ പറഞ്ഞ പോലെ ഒരു വണ്ടർ വേൾഡ് സാധനമാണ്. അപ്പോൾ അതെന്തായാലും തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ബാക്കി കാണാം.